ഇനിയും അവളെ വെറുതെ വിട്ടാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ആദ്യം ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അതിനുശേഷം പുറത്തേക്ക് കാൽ പോലും വയ്ക്കാൻ പറ്റാത്ത വിധം ഒരു വലിയ പാഠം പഠിപ്പിച്ചു കൊടുത്താൽ മതി. അജയ് മനസ്സിലൂടെ പാഞ്ഞുപോയ ചിന്തയായിരുന്നു അത്. തൻ്റെ കൈമുട്ടിൽ ഇരുമ്പുപിടി പോലെ മുറുകെ പിടിച്ചിരുന്ന അജയൻ്റെ കൈകളിലേക്ക് നീലിമ ഒരു നിമിഷം നോക്കി. അവളുടെ കണ്ണുകൾ കത്തിയത് അടക്കാനാകാത്ത അഗ്നിയായിരുന്നു. അടുത്ത നിമിഷം ആരും പ്രതീക്ഷിക്കാതെ ജഗൻ മുന്നോട്ട് പാഞ്ഞെത്തി. അവൻ്റെ കരുത്തുറ്റ കൈകൾ അജയൻ്റെ കഴുത്തിൽ മുറുകെ പതിഞ്ഞു. ജീവിതം മുഴുവൻ നിന്നെ വിശ്വസിച്ച് കൈപിടിച്ചവളെ വഞ്ചിച്ച് വഴിയരികിൽ ഉപേക്ഷിച്ചവനാ നീ. ഇപ്പോൾ എന്തവകാശത്തോടെയാ നീ ഇവിടെ വന്നിരിക്കുന്നേ? അവൾക്കിനി നിന്നോടൊപ്പം ജീവിക്കാനില്ലെന്ന് വ്യക്തമായി പറഞ്ഞതല്ലേടാ. പിന്നെ എന്തിനാ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്? ഇറങ്ങിപ്പോടാ. ജഗന്റെ ശബ്ദം ആ വീടാകെ മുഴങ്ങി. അത്രയും രോഷം നിറഞ്ഞ ആ സ്വരം കേട്ടുനിന്നവർ ഒരു നിമിഷം സ്തംഭിച്ചു പോയി. ശ്വാസം മുട്ടിയ അജയന്റെ മുഖം ചുവന്നു തുടങ്ങി. കണ്ണുകൾ പുറത്തേക്ക് തുറിച്ചു വന്നു. ജഗൻ. കഴുത്തിൽ നിന്ന് ഞെരുങ്ങി പുറപ്പെട്ട ശബ്ദം മാത്രമേ അവനാൽ ഉച്ചരിക്കാനായുള്ളൂ. ഒരു നിമിഷം ജഗനും രജനിയും പരസ്പരം നോക്കി. എന്തോ പറയാനുണ്ടെന്ന പോലെ അജയന്റെ മുഖഭാവം തോന്നിയെങ്കിലും ജഗൻ പതിയെ തൻ്റെ പിടി അയച്ചു. ശ്വാസം നേരെയാക്കിയ അജയൻ പോലും തൻ്റെ അഹങ്കാരം വിട്ടില്ല. അതിരങ്ങളിൽ പുച്ഛച്ചിരി വിരിച്ചുകൊണ്ട് അവൻ ജഗനെ നോക്കി. അപ്പോഴാണ് നീലിമ മുന്നോട്ടേക്ക് വന്നത്. ജഗൻ, ഇതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ദയവായി ഇതിൽ നിങ്ങൾ ഇടപെടേണ്ട. നിങ്ങൾ വന്ന കാര്യം കഴിഞ്ഞെങ്കിൽ പോകാം. ഞങ്ങൾക്കിടയിലെ പ്രശ്നത്തിലേക്ക് ഒരു മൂന്നാമൻ കടന്നു വരുന്നത് എനിക്കിഷ്ടമല്ല. വീടിൻ്റെ പടിവാതിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് അവൾ ശാന്തമായെങ്കിലും ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ആ വാക്കുകൾ ജഗനെ തളർത്തിക്കളഞ്ഞു. എന്നാൽ രചനയുടെ ഉള്ളിൽ അതിലും വലിയ അമർഷം പടർന്നു. അജയൻ നീലിമയുടെ പേര് അത്രയും അവകാശത്തോടെ വിളിക്കുന്നതും അതെല്ലാം കേട്ടിട്ടും അവൾ ജഗനെയാണ് തടയുന്നതെല്ലാം രചനയ്ക്ക് ഒട്ടും സഹിക്കാനായില്ല. എന്താടാ ജഗൻ, എൻ്റെ നീലിമ പറഞ്ഞത് നിന്റെ ചെവിയിൽ വീണില്ലേ? ഭർത്താവും ഭാര്യയും തമ്മിലുള്ള കാര്യത്തിൽ മൂന്നാമതൊരാൾ കയറി ഇടപെടരുതെന്ന് ശരിയല്ല. കാര്യമറിയാതെ തലയിടേണ്ട നീ ഇത്ര വ്യക്തമായി പറഞ്ഞിട്ടും നിനക്കെന്താ മനസ്സിലായില്ലേ? നിന്റെ കാര്യം നോക്കി നീ പൊയ്ക്കോ. ഇല്ലെങ്കിൽ നാളെ നീലിമയും ഞാനും ഒന്നിച്ച് തന്നെ ജീവിക്കും. വെറുതെ ഇതിൽ ഇടപെട്ട് നാണം കെടേണ്ട നീ. ഒരു പരിഹാസ ചിരിയോടെ അജയ് അത് പറഞ്ഞപ്പോൾ നീലിമയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുക എന്നത് തനിക്ക് നിസ്സാരമായ കാര്യമെന്ന അവനപ്പോഴും മനസ്സിലുറപ്പിച്ചത്. വാ വാ നീലിമ. അവളുടെ കയ്യിൽ തൻ്റെ അവകാശം സ്ഥാപിക്കുന്നത് പോലെ അജയ് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആ നിമിഷം തന്നെ യാതൊരു ബഹുമാനമില്ലാതെ തൻ്റെ പേര് വിളിച്ച് അജയനെ നോക്കി നീലിമയുടെ കണ്ണുകൾ ദേഷ്യത്തെ ചുവന്നു തൊടുത്തു. അവൾ പതിയെ അവൻ്റെ കൈ വിടുവിച്ചു. അടുത്ത നിമിഷം അവളുടെ അധരങ്ങളിൽ നിന്ന് വീണ വാക്കുകൾ അജയൻ്റെ അഹങ്കാരത്തിന് മേൽ പതിച്ച ഇടിമിന്നലായി. ഞാൻ നിങ്ങളോടൊപ്പം വരാം. പക്ഷെ എനിക്ക് ചില നിബന്ധനകളുണ്ട്. അതെല്ലാം നിങ്ങൾ അംഗീകരിച്ചാൽ മാത്രം ഞാനും അരുണും നിങ്ങളോടൊപ്പം ആ വീട്ടിലേക്ക് വരും. അവളുടെ ആ മറുപടി കേട്ട് അവിടെ നിന്നിരുന്ന എല്ലാവരും അമ്പരന്ന് പോയി. ജഗനും രജനിയും പരസ്പരം നോക്കി. അജയൻ്റെ മുഖത്തും ഒരു നിമിഷം ഞെട്ടൽ തെളിഞ്ഞു നിന്നു. നീലിമ ശാന്തമായി അവനെ നോക്കിക്കൊണ്ട് തുടർന്നു. ഒന്നാമത്തെ കാര്യം, ഞാൻ ആ വീട്ടിലേക്ക് വരണമെങ്കിൽ ഇപ്പോൾ അവിടെ താമസിക്കുന്ന നിങ്ങളുടെ കാമുകി ആ വീട്ടിലുണ്ടാകാൻ പാടില്ല. അവളുടെ സ്വരം ഉറച്ചതായിരുന്നു. ഞാൻ നിങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ആരൊക്കെ ഉണ്ടാകണം എന്നത് നിങ്ങളുടെ തീരുമാനം. പക്ഷെ ഞാൻ താമസിക്കുന്ന വീട്ടിൽ അവൾ ഉണ്ടാകരുത്. അതാണ് എൻ്റെ നിബന്ധന. ഒരു നിമിഷം നിർത്തിയ ശേഷം അവൾ വീണ്ടും പറഞ്ഞു. ഞാൻ നിങ്ങളുടെ സ്വകാര്യ കാര്യങ്ങളിൽ ഇടപെടില്ല. അതുപോലെ എൻ്റെ സ്വകാര്യ ജീവിതത്തിലും നിങ്ങൾ ഇടപെടാൻ പാടില്ല. ആ വാക്കുകൾ കേട്ട് വീടിനകത്ത് വീണ്ടും നിശബ്ദത പടർന്നു. നീലിമ ഒരു നിമിഷം പോലും പതറാതെ അജയൻ്റെ കണ്ണുകളിലേക്ക് നേരെ നോക്കി. രണ്ടാമത്തെ നിബന്ധന. അവളുടെ ശബ്ദം ശാന്തമായിരുന്നെങ്കിലും അതിലുണ്ടായിരുന്ന ഉറപ്പ് എല്ലാവരെയും നിശബ്ദരാക്കി. ഞാനും അരുണും കഴിക്കുന്ന ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കും. ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ തന്നെ നോക്കും. പക്ഷെ ആ വീട്ടിലെത്തിയ നിമിഷം മുതൽ ഒരു വേലക്കാരെ പോലെ അടുക്കളയിൽ കയറി എല്ലാവർക്കും ഭക്ഷണം പാചകം ചെയ്യണം, തുണി അലക്കണം, ഇസ്തിരി ഇടണം എന്നൊന്നും എന്നോട് പ്രതീക്ഷിക്കരുത്, കൽപ്പിക്കുകയും ചെയ്യരുത്. അജയൻ്റെ മുഖം മുറുകി. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യവും എൻ്റെ ഇഷ്ടപ്രകാരമായിരിക്കും. നിർബന്ധിച്ചൊന്നും എന്നെക്കൊണ്ട് ചെയ്യിക്കരുത്. വീണ്ടും ഒരു നിമിഷം നിശബ്ദമായി നിന്ന ശേഷം അവൾ തുടർന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, താലി കെട്ടിയെന്ന ഒറ്റ കാരണത്താൽ ഭർത്താവെന്ന അവകാശം പറഞ്ഞ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ശ്രമിക്കരുത്. അതിന് ഞാൻ സമ്മതിക്കില്ല. ഈ നിബന്ധനകൾ അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ മാത്രം ഞാനും അരുണും ആ വീട്ടിലേക്ക് വരും. അവളുടെ വാക്കുകൾ അവസാനിച്ചതോടെ വീടിനകത്ത് ഭാരമുള്ള നിശബ്ദത വീണ്ടും പടർന്നു.
അജയൻ്റെ മുഖം ദേഷ്യത്തിൽ ചുവന്നിരുന്നു. താടി മുറുക്കി കൈവിരലുകൾ ചുരുട്ടിപ്പിടിച്ചോടെ ഞരമ്പുകൾ തെളിഞ്ഞു. നിനക്കിത്ത ധൈര്യമാടി? പല്ലുകൾ കടിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് ഒരടി വെച്ചു. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ മുന്നിൽ എങ്ങനെ നിബന്ധന വെക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഈ വീട്ടിൽ എന്ത് നടക്കണം, എങ്ങനെ നടക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. അതിന് ആരുടെയും അനുമതി എനിക്ക് വേണ്ട. അവൻ്റെ ശബ്ദം ഉയർന്നതോടെ രജനി അറിയാതെ മുന്നോട്ട് നീങ്ങി. ജഗൻ മാത്രം അനങ്ങാതെ നിന്നു. അജയൻ്റെ ഓരോ ചലനം അവൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയായിരുന്നു. എന്നാൽ നീലിമയുടെ മുഖത്ത് ഭയത്തിൻ്റെ ഒരു നീയൽ പോലും ഉണ്ടായിരുന്നില്ല. അജയ്, നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. പക്ഷെ എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനം ഇനി ഞാൻ തന്നെയാകും എടുക്കുക. ആ വാക്കുകൾ കേട്ടപ്പോൾ അജയൻ്റെ അഹങ്കാരത്തിന് ആദ്യമായി ശക്തമായി തിരിച്ചടി കിട്ടിയെന്ന തോന്നൽ അവിടെ നിന്ന് എല്ലാവർക്കും ഉണ്ടായി. അമ്മേ, ഒരു കാര്യം മാത്രം പറയാനാ ഞാൻ വന്നത്. നീലിമയുടെ അമ്മയെ നോക്കി അജയ് ശബ്ദം മായപ്പെടുത്തി. ഇവൾ ഇങ്ങനെ മറ്റൊരാളുടെ വീട്ടിൽ താമസിക്കുന്നത് നാട്ടുകാർക്ക് പറയാൻ ഒരു വിഷയമാണ്. നിങ്ങൾ രണ്ടുപേരും ഇവളെ ഒരാഴ്ച വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുക. മനസ്സ് ശാന്തമായി കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇവളെ വന്ന് കൊണ്ടുപോകാം. അവർ സംസാരിക്കുമ്പോൾ നീലിമയുടെ അച്ഛനും അമ്മയും പരസ്പരം നോക്കി. നിങ്ങൾ തന്നെ പറഞ്ഞു മനസ്സിലാക്കണം. ഇങ്ങനെ വാശി പിടിച്ച് ജീവിച്ച ഇവളുടെ ജീവിതം തന്നെ നശിക്കുന്നത്. അജയ് പറഞ്ഞത് കേട്ട് നീലിമയുടെ അമ്മ പതിയെ തലയാട്ടി. അതേ മോളെ, കുറച്ച് ദിവസം ഞങ്ങളുടെ കൂടെ വാ. അവിടെ നിന്ന് എല്ലാവരും ആലോചിക്കാം. അജയൻ്റെ മുഖത്ത് ഒരു വിജയച്ചിരി വിരിഞ്ഞു. എങ്കിൽ ആ കാര്യം തീരുമാനമായി. അവൻ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയതും അജയ്. നീലിമയുടെ ഉറച്ച ശബ്ദം ആ വീടിൻ്റെ നിശബ്ദത വീണ്ടും കീറിമുറിച്ചു. എല്ലാവരുടെയും കണ്ണുകൾ അവളിലേക്ക് തിരിഞ്ഞു. എൻ്റെ ജീവിതത്തെക്കുറിച്ച് തീരുമാനമെടുക്കുമ്പോൾ എന്നോടൊരക്ഷരം പോലും ചോദിക്കേണ്ട ആവശ്യമില്ലെന്ന് നിങ്ങളെപ്പോഴാ തീരുമാനിച്ചത്? അജയൻ്റെ മുഖം വലിഞ്ഞു മുറുകി. നീലിമ മുതിർന്നവർ സംസാരിക്കുമ്പോൾ ഇല്ല. അവൾ ഇടയിൽ തന്നെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ഞാൻ ഇനി ആരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന പഴയ നീലിമയല്ല. അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. അമ്മേ, എനിക്ക് നിങ്ങളെ ഒരുപാട് സ്നേഹമാണ്. പക്ഷെ അവിടെ താമസിക്കണം, ആരുടെ കൂടെ സുരക്ഷിതമായി കഴിയണം എന്നത് എൻ്റെ തീരുമാനം. ഞാൻ ഇവിടെ തന്നെ നിൽക്കും. മോളെ, ആളുകൾ എന്ത് പറയും? അമ്മയുടെ ശബ്ദം വിറച്ചു. ആളുകൾ പറഞ്ഞത് കേട്ടാണ് ഇത്രയും കാലം ജീവിച്ചത്. ഇനിയെങ്കിൽ എൻ്റെ മനസ്സാക്ഷി പറഞ്ഞതുപോലെ ജീവിക്കണം. അജയ് പെട്ടെന്ന് മുന്നോട്ട് വന്നു. നീലിമ, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. വെറുതെ വാശി കാണിക്കേണ്ട നീ. ഇത് വാശിയല്ല. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നേരെ നോക്കി. ഇതെൻ്റെ തീരുമാനം. ആ വാക്കുകൾ അജയൻ്റെ ക്ഷമയെ അവസാന നൂലയും പൊട്ടിച്ചു. നിന്നെ ഞാൻ കൊണ്ടുപോകും. അതിനാരും തടസ്സം നിൽക്കില്ല. കേട്ടോടി? അജയ് വീണ്ടും മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു. അജയ്, നീലിമ വ്യക്തമായി പറഞ്ഞല്ലോ. ഇനി അവളുടെ സമ്മതമില്ലാതെ ആരും അവളെ ഒരിടത്തേക്കും കൊണ്ടുപോകില്ല. വീടിനുള്ളിൽ നിശബ്ദത നിറഞ്ഞു. എന്നാൽ ആ നിശബ്ദതക്കുള്ളിൽ നീലിമയുടെ തീരുമാനം മാത്രം പാറ പോലെ ഉറച്ചു നിന്നു. ഇതുവരെ മിണ്ടാതിരുന്ന നീലിമ അമ്മ പെട്ടെന്ന് മുന്നോട്ട് വന്നു. മതി നീലിമ, ഒരു പെൺകുട്ടി ഇങ്ങനെ മുതിർന്നവരുടെ മുന്നിൽ നിന്ന് തർക്കിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല. അവളുടെ ശബ്ദത്തിൽ ദേഷ്യവും സങ്കടവും ഒരുപോലെ കലർന്നു. എന്താണ് നിന്നെ പഠിപ്പിച്ചത്? ഞങ്ങൾ കുടുംബം നോക്കാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുമല്ലേ? ഇപ്പോൾ നീ പറയുന്ന ഓരോ വാക്കും കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ നാണക്കേടാ. നീലിമ അമ്മയെ തന്നെ നോക്കി നിന്നു. അമ്മേ, ഞാൻ പറഞ്ഞത് മുഴുവൻ കേൾക്ക്. അമ്മ അവളെ തടഞ്ഞു. നാളെ എന്ത് പ്രശ്നമുണ്ടായാലും നിന്റെ ഭർത്താവ് നിനക്ക് തുണ. നാട്ടുകാരുടെ മുന്നിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ജീവിക്കുന്നതൊന്നും അത്ര എളുപ്പമല്ല. ആളുകൾ പലതും പറയും. അത് കേൾക്കേണ്ടി വരുന്നത് ഞങ്ങൾക്കാ. അച്ഛൻ ഇതുവരെ ഒന്നും മിണ്ടിയില്ല. കസേരയുടെ കൈപ്പിടിൽ വിരലുകൾ അമർത്തി പിടിച്ച് എല്ലാം നോക്കി നിന്നു. ഒരു നിമിഷം നിശബ്ദമായി നിന്ന നീലിമ പതിയെ സംസാരിച്ചു. അമ്മേ, ജീവിതം മുഴുവൻ ആളുകൾ എന്തു പറയുമെന്ന് പേടിച്ചാണ് ഞാൻ ഇതുവരെ ജീവിക്കേണ്ടതെങ്കിൽ അതെൻ്റെ ജീവിതമല്ല. അവളുടെ ശബ്ദം വിറച്ചില്ല. എനിക്കിഷ്ടം വന്നാൽ ഈ നാട്ടിൽ നിന്ന് ഒരാളെങ്കിലും വന്ന് എൻ്റെ കൂടെ നിൽക്കുമോ? ഞാൻ കരയുമ്പോൾ എൻ്റെ കണ്ണുനീർ തുടക്കുമോ? ഇല്ലല്ലോ. പിന്നെ അവരുടെ അഭിപ്രായം മാത്രം കേട്ട് ഞാൻ എന്തിന് ജീവിതം ജീവിക്കണം? അമ്മക്ക് മറുപടിയില്ല. നീലിമയുടെ കണ്ണുകൾ പതിയെ അജയിലേക്ക് തിരിഞ്ഞു. ഒരു ഭാര്യ എന്നാൽ ഭർത്താവ് പറയുന്നതെല്ലാം അനുസരിച്ച് ജീവിക്കേണ്ട ആളെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ഉള്ളിടത്തോളം ഈ സമൂഹം മാറില്ല. അജയൻ്റെ മുഖം ദേഷ്യത്തിൽ ചുവന്നു. മതി. അവൻ പല്ലുകൾ കടിച്ചുകൊണ്ട് ഒരു ചുവട് മുന്നോട്ട് വെച്ചു. ഇപ്പോൾ നിനക്ക് സംസാരിക്കാൻ നല്ല ധൈര്യം വന്നല്ലോ. നീലിമ അനങ്ങിയില്ല. ധൈര്യം ഇപ്പോഴല്ല വന്നത്. ഇത്രയും കാലം ഞാൻ മിണ്ടാതിരുന്നതാ. അജയ് അവളുടെ മുന്നിൽ വന്നു നിന്നു. അപ്പോൾ ഇതാണല്ലേ നിന്റെ അവസാന തീരുമാനം? അതെ. ഒറ്റ വാക്കിൽ അവൾ മറുപടി നൽകി. ആ മറുപടി കേട്ടപ്പോൾ അജയൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞത് ദേഷ്യമല്ല, സ്വന്തം വാക്ക് നടക്കാത്തതിൻ്റെ വാശിയാണ്. അപ്പോൾ ഇതാണ് നിന്റെ അന്തിമ തീരുമാനം? അവൻ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു കവറെടുത്ത് അവളുടെ മുന്നിലേക്ക് നീട്ടി. ഇതിൽ എന്താണെന്ന് അറിയാമോ? അരുണിൻ്റെ അടുത്ത ടെർമനൻ്റ് സ്കൂൾ ഫീസിനുള്ള പണം. അതുകൂടാതെ
വാൻ ഫീസും പുസ്തക ചെലവും എല്ലാം അടയ്ക്കാൻ നിന്റെ കയ്യിൽ എന്തുണ്ട് നീലിമ? അവനൊരു നിമിഷം നിർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി.